ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് ശേഷമൊക്കെ തിരിച്ചറിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും വലിയ ആക്രമണങ്ങൾ, ഈ പുലർച്ചെ നടന്ന ആക്രമണം 5 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ആക്രമണം നടന്നു, പല മേഖലകളിൽ നടന്നു, ടെഹ്റാൻ അടക്കം. പിന്നീട് രണ്ടാമത് നടക്കുമ്പോൾ പോലും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ രൂപത്തിലൊന്നും പ്രവർത്തിച്ചിരുന്നില്ല, അതിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ പറയുന്നത് അവിടെ ആക്രമണം നടത്തിയ എല്ലാ യുദ്ധവിമാനങ്ങളിലെയും പൈലറ്റുമാർ വളരെ ഒരു സേഫായി തന്നെ ഇസ്രായേലിന് തിരിച്ചെത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ മേഖലയിൽ പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലേക്ക് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇത്തരമൊരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇനി ഗസയിലെ യുദ്ധമുനയും അതേപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ എല്ലാ മേഖലകളിലും യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് നെതന്യാഹു ചെയ്യുന്നൊരു പദ്ധതി. ലബനാനിൽ ചെയ്യുന്നു, ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ഒന്നിച്ചാക്രമണം നടത്തി താൻ ഒരു വിജയശ്രീലാളിതനായി പുറത്തു വരിക എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ഒരു ലക്ഷ്യം. ഇനി ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ എല്ലാ വിധത്തിലുമുള്ള പ്രതിരോധ സംവിധാനങ്ങളെയും ഇസ്രായേൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ധാഡ് അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെ അടുത്തുണ്ട്. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ സെൻകോം കൃത്യമായി തന്നെ ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇനി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ഇവിടെ ഉയർന്നു വരുന്നത് ആണവ ആയുധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇറാൻ ഈ ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ, അവരുടെ ആണവ നയം മാറ്റുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യമായി വരുന്നത്. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ ആണവ ചർച്ചകളും ആണവ കരാറും എല്ലാം ഉണ്ടാകുന്നത്. ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അവർ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഇറാന് നേരെ പ്രയോഗിക്കുന്നതിലും മടിക്കില്ല, അല്ലെങ്കിൽ അത് പ്രയോഗിക്കണം എന്ന് പറയുന്ന ആളുകളാണ് അവിടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാർ. അത് അത്തരമൊരു കണ്ണും കൈ ചെയ്യാൻ ഇസ്രായേൽ തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാനെ ആണവായുധം പ്രയോഗിച്ചാൽ മാത്രമേ തിരിച്ചത്തരമൊരു ആക്രമണം ഉണ്ടാകൂ എന്നുള്ളതാണ്. ഇറാൻ്റെ കയ്യിലും അവർ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് അവർ സമ്മതിക്കുന്നില്ല. അവർക്കുള്ളത് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഏത് ഘട്ടത്തിലും വേണമെങ്കിൽ ഒരു ആണവായുധം നിർമ്മിക്കാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ ഇറാൻ്റെ കയ്യിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതടക്കമാണ് ഇപ്പോൾ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതെവിടെയാണുള്ളത്, എന്തൊക്കെയാണ് അവരുടെ പ്ലാനുകൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ ആരൊക്കെയാണ് എന്നതടക്കം സ്കെച്ച് ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ആക്രമണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഖുദ്സ് ഫോഴ്സിൻ്റെ മേധാവി മാത്രമല്ല, പ്രധാനപ്പെട്ട 2 ആണവ ശാസ്ത്രജ്ഞർ, അതിൽ ഫരീദിയുൻ അബ്ബാസി എന്ന് പറയുന്നത് ഈ ആണവ മേഖലയിലെ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലച്ചോറ് എന്ന് പറയാൻ പറ്റാവുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ ആക്രമണത്തിൽ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചു. അങ്ങനെ അക്കാദമിക് വിദഗ്ധർ, ഇനി അത്തരമൊരു ശ്രേണി കഴിഞ്ഞാൽ രണ്ടാമത്തെ ശ്രേണിയിൽ നിന്ന് ഉയർന്നു വരേണ്ട ആളുകളെ പോലും ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഒരു ഭാവിയിൽ ഒരിക്കലും ഇറാനിൽ നിന്ന് ഒരു ആണവ ഭീഷണി ഇസ്രായേൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത്, ചരിത്രത്തിലൊട്ടും നമ്മൾ കാണുന്നത്, ഇത്തരം ആളുകളെ, വ്യക്തികളെ എല്ലാം ഇല്ലാതെയാക്കി കഴിഞ്ഞാലും അത്തരം ഭീഷണികൾ ഇസ്രായേലിന് ഇല്ലാതെയാകുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഈ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചും യുദ്ധം ചെയ്തുകൊണ്ടും ഈ ഒരു പശ്ചിമേഷ്യയിൽ ഒരു കൊച്ചു രാജ്യത്ത് അവർക്ക് സമാധാനത്തോടു കൂടി കഴിയുക, അങ്ങനെ കഴിയും എന്നുള്ള നെതന്യാഹുവിൻ്റെ സ്വപ്നം അത് ഏറ്റവും വലിയ അബദ്ധമാണ് എന്നുള്ളതിന് ഗസ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. കാരണം ഇത്രയും വലിയ ആക്രമണങ്ങൾ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട മേധാവികളെ കൊന്നൊടുക്കിക്കൊണ്ടും അതേപോലെ അവിടേക്ക് ഭീകരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടും കുറേ കാലമായി ഗസയെ അടിച്ചമർത്തിയിട്ടും ഇപ്പോഴും അവർക്ക് ആ യുദ്ധം അവസാനിപ്പിച്ച് അവിടുന്ന് പുറത്തു പോരാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും നിരവധി ഇസ്രായേലി സൈനികർ അൽഖസാം ബ്രിഗേഡിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതുതന്നെയാണ് പശ്ചിമേഷ്യയിലാകെ നമ്മൾ കാണുന്നത്. ഈ ഒരു ആക്രമണത്തോടു കൂടി ഇസ്രായേലിന് സുഖമായി ഉറങ്ങാൻ കഴിയും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല.